നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. അയോധ്യയിലെ ശ്രീ രാംലല്ലയെ ചിത്രീകരിക്കുന്ന ലോകത്തിലെ ആദ്യ സ്റ്റാമ്പ് പുറത്തിറക്കി തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യമായ ലാവോസ്. ശനിയാഴ്ച ആസിയാൻ മെക്കാനിസം മീറ്റിംഗുകൾക്കായി ലാവോസിലെത്തിയ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ ലാവോസിന്റെ തലസ്ഥാന നഗരത്തിൽ നടന്ന ചടങ്ങിൽ ലാവോ PDRന്റെ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സലംസ്കെ കോമസിത്തും സംയുക്തമായി പ്രത്യേക സ്മരണിക തപാൽ സ്റ്റാമ്പ് അനാച്ഛാദനം ചെയ്തു. രാമായണത്തിന്റെയും ബുദ്ധമതത്തിന്റെയും സാംസ്കാരിക സമ്പത്ത് ഇരു രാജ്യങ്ങളും തമ്മിൽ പങ്കുവയ്ക്കുന്ന സ്റ്റാമ്പുകളാണെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. ജയശങ്കർ എക്സിൽ പോസ്റ്റ് ചെയ്തു. ലാവോ PDRലെ DPM FM സലംസ്കെ കോമസിത്തുമായി ഒരു നല്ല കൂടിക്കാഴ്ച. ഊഷ്മളമായ ആതിഥ്യത്തിന് നന്ദി പറഞ്ഞു. കോംകോ ഗംഗയുടെ കീഴിലുള്ള ലാവോസത്തിനായുള്ള 10 ക്വിക്ക് ഇമ്പാക്ട് പ്രോജക്റ്റുകൾ ധാരണാപത്രങ്ങൾ കൈമാറ്റം ചെയ്തു. വിജയകരമായ ഡിജിറ്റൽ പങ്കിടുന്നതിനുള്ള സഹകരണവും സൊല്യൂഷൻസ് രാമായണത്തിന്റെയും ബുദ്ധിസത്തിന്റെയും നമ്മുടെ പങ്കിട്ട സാംസ്കാരിക നിധികളെ ആഘോഷിക്കുന്ന ഒരു പ്രത്യേക സ്റ്റാമ്പ് സെറ്റ് പുറത്തിറക്കി. ബുദ്ധമതം സഹസ്രാബ്ദങ്ങളായി ഇന്ത്യയും ലാവോ PDRനെയും ബന്ധിപ്പിച്ചിരുന്നു. രാമായണം ലാവോ പതിപ്പിൽ രാമകിയൻ അല്ലെങ്കിൽ ഫ്രാ റാമിന്റെ കഥ എന്ന് വിളിക്കുന്നു. ഇന്ത്യയിലേതുപോലെ ലാവോസിലും ബഹുമാനിക്കപ്പെടുന്നു. ഇത് ശുഭകരമായ അവസരങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്നു. ലാവോ PDRന്റെയും ഇന്ത്യയുടെയും പങ്കിട്ട സാംസ്കാരിക പൈതൃകം ആഘോഷിക്കുന്നു എന്നതാണ് സ്റ്റാമ്പ് സെറ്റിന്റെ തീം. ലാവോസിലെ ഇന്ത്യൻ അംബാസിഡർ പ്രശാന്ത് അഗർവാളും ചടങ്ങിൽ പങ്കെടുത്തു. 2 വ്യത്യസ്ത സ്റ്റാമ്പുകൾ അടങ്ങിയതാണ് സ്റ്റാമ്പ് സെറ്റ്. ഒന്ന് ലാവോസിന്റെ പുരാതന തലസ്ഥാനമായ ലുവാങ് പ്രാങ്കിലെ ഭഗവാൻ ബുദ്ധനെ ചിത്രീകരിക്കുന്നതാണ്. മറ്റൊന്നിലാണ് അയോധ്യയിലെ ശ്രീരാമ വിഗ്രഹത്തിന്റെ ചിത്രമുള്ളത്. രാമന്റെ ശിശുരൂപത്തെ പ്രതിനിധീകരിക്കുന്ന രാംലല്ലയുടെ പ്രതിമ അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ ഒരു പ്രധാന സവിശേഷതയാണ്. കറുത്ത കല്ലിൽ നിർമ്മിച്ച ഈ പ്രതിമ 51 ഇഞ്ച് ഉയരത്തിലാണ്. 2024 ജനുവരി 22-ന് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ ആചാരപരമായി പ്രതിഷ്ഠിച്ചു. വളരെ കാലമായി ഇന്ത്യയും ലാവോസും തമ്മിൽ ശക്തമായ ബന്ധമാണുള്ളത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.